നമ്മൾ പോണ വഴി ശരിയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആരെങ്കിലും വഴിയായിട്ട് നമുക്ക് തിരുത്തൽ തരും. ഇപ്പോൾ യൂത്തൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബൈക്കുമേന്ന് ചെറിയൊരു വീഴ്ച. ഇത്രയും ഉണ്ടായുള്ളൂ, കാലൊന്ന് ഒരഞ്ഞു പൊട്ടി. അതിപ്പോൾ സാരിൽ ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതവിടെ തമ്പുരാനൊന്ന് തട്ടിയതാ. നീ പോണ വഴി ശരിയല്ല, നീ പോണ വഴി, നിൻ്റെ കൂട്ടുകെട്ട്, നിൻ്റെ ബന്ധങ്ങൾ ശരിയല്ല എന്ന് തമ്പുരാൻ കാണിച്ചു തന്നതാ. ഇത് തിരിച്ചറിയാൻ പറ്റിയാലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ദൈവഹിതപ്രകാരം. അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. സാധാരണ പോലെ ഇന്ന് നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ ജനങ്ങൾക്ക് കേട്ടോ, ഞാൻ മറ്റു ജനതകളെ ക്രിസ്ത്യൻസിനെ എടുത്തു പറയണത് എന്താണെന്നറിയോ, ഇതുപോലെ ദൈവിക അനുഭവവും ദൈവിക കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ജനത വേറെ ഇല്ല. എന്നിട്ട് പോലും ലൈഫിൽ നടക്കണ കാര്യങ്ങൾ സാധാരണ സംഭവങ്ങളായിട്ട് കാണും. സാധാരണ സംഭവങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് ഓരോ കാര്യത്തിലും ഓരോ വെളിപ്പെടുത്തല. പക്ഷേ അത് സാധാരണ നാച്ചുറലായിട്ട് അങ്ങനെ വരും. ബൈക്ക് എടുത്ത് പോയാൽ എപ്പോഴെങ്കിലുമൊക്കെ വീഴണ്ടേ? വേണം. നന്നായി പഠിക്കണവരെ അങ്ങനെ ഉണ്ടാവും, പഠിച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നേ പറയുള്ളൂ. പക്ഷെ തമ്പുരാനിൽ ആശ്രയിച്ചിട്ട് പോയാൽ ആ വീഴലുണ്ടാവില്ല. ഇങ്ങനെ നമ്മളായിട്ട് തിരുത്തിയില്ലെങ്കിൽ ആരെങ്കിലും വഴിയും ദൈവം തിരുത്തും. അതും ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. അതും തിരിച്ചറിയാതെ പോകുമ്പോഴാണ് അതിലും സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും രോഗാവസ്ഥയോ അപകടങ്ങളോ ഏതെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ട് തരും. തിരിച്ചറിയാൻ വേണ്ടി തരണതാ. അത് സ്വന്തം ജനത ആയതുകൊണ്ടാണ്. എന്നിട്ടും പറ്റിയില്ലെങ്കിലാണ് ശരിക്കുള്ള പിടുത്തം ദൈവം പിടിക്കുള്ളൂ. എത്ര ഓപ്ഷൻ ഇടണേ, എത്ര അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ തമ്പുരാൻ ഇടണേ. പക്ഷേ ഇല്ലേ, നമ്മുടെ ആർക്കും നാച്ചുറലാണ്. എല്ലാവരും നാച്ചുറലാണ്. ഞാൻ ഒരാളെ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ആളുമായിട്ടും പരിചയത്തിൽ വന്നത്, ഇതൊക്കെ നാച്ചുറലാണ് നമുക്ക്. പക്ഷെ എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ നാച്ചുറലല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിനെക്കുറിച്ചൊക്കെ ഓരോ പദ്ധതിയുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. ഞാൻ അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ ഏതെങ്കിലും നെഗറ്റീവായ കാര്യത്തിലാണ് വന്നു പെടുന്നതെങ്കിൽ ഞാൻ കൊണ്ടു നടന്നത് പരിശുദ്ധാത്മാവിനെ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ വഴി തെറ്റിക്കില്ല.